എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ പനിയാരമാണ്. വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. റവ പനിയാരം തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവ രണ്ടും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുള്ള റവ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ റവയൊന്ന് പാലിൽ കുതിർന്ന് വരുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് റവ കുതിർന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. റവ പനിയാരത്തിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങാ ചിരകിയത് ശർക്കരപ്പാനിയുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി വറ്റി വരുന്നവരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. റവ പനിയാരത്തിൻ്റെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. പനിയാരം തയ്യാറാക്കുന്നതിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലെ ഓരോ കുഴിയിലും അല്പം എണ്ണയൊന്ന് തടവി കൊടുക്കണം. പനിയാരം ചട്ടിയിൽ നിന്നും വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോ ഉരുളകളാക്കി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുഴികളിലും മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാ കുഴികളിലും മാവ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ പനിയാരം വേവിച്ചെടുക്കാനായിട്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പനിയാരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെയൊന്ന് പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. എല്ലാ പനിയാരവും ഇതുപോലെയൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 2 വശവും വെന്ത് വന്നിട്ടുള്ള പനിയാരം ചട്ടിയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ പനിയാരം തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല മധുരം നിറഞ്ഞ റവ പനിയാരം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.